കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീ കൃഷ്ണാവതാരത്തിൽ ഭഗവാന്റെ രാസക്രീഡ വരികൾ സഹിതം തുടരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. മല്ലവിലോചന നല്ലീശ്വരാദാതനെല്ലാറ്റിനും സൗഖ്യതൻ സുഖവിഗ്രഹൻ തന്നോട് ഭക്തരായുള്ളവർക്കൊക്കെയും എങ്ങനെയെങ്കിലും അല്ല തീർത്ഥാനന്ദ ദുർലഭ സാധ്യ പദം കൊടുത്തിടുവോനല്ലോ മുകുന്ദനിവങ്കൽ സദാ ഭക്തി ഉല്ലസിച്ചുള്ളവർക്കെന്ത സാധ്യം നൃപ. തന്നുടെ ഭക്തരാം ഗോപീജനത്തിനെ നന്നാരമിപ്പിച്ചു നാരായണൻ പരൻ എന്നതു കേട്ടു സന്തോഷേണമന്നവൻ മന്ദസ്മിതം ചെയ്തു ശങ്കിച്ചു ചോദിച്ചാൻ മേദിനിയിങ്കലധർമ്മം കളവാനായി വേദമാർഗാദിധർമ്മങ്ങളെ സ്ഥാപിച്ചു ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ട് ലോകനാഥൻ വിഷ്ണു നാരായണൻ പരൻ കൃഷ്ണനായി വന്നവതീർണനാമീശ്വരൻ കൃഷ്ണകർമ്മം പരതാരാദിസംഗമം ചെയ്തതു പാർത്താലതി കഷ്ടമാമിതു ചെയ്തതു മാർഗമെന്നോർത്തു ഭൂമി വരും. ലോകത്തിൽ ഉത്തമന്മാർ നടക്കുന്നതു ലോകസ്യ ധർമ്മമെന്നോർത്തു മറ്റുള്ളവരെ വന്നടക്കും. അതുകൊണ്ട് അധർമ്മങ്ങളാവോളമേറ്റം വളരുമല്ലോ ഭൂവി. ലോകത്തിൽ ഉത്തമരെല്ലാം അറിയുമെന്നാകയാൽ വേദമാർഗക്രമമെന്നേ ഏതും നടക്കയില്ലെന്നതോർത്തേ വരും. പാതകരായി വന്നു പോമതിൻ കാരണം ഈശനാമെന്നും വരുമധർമ്മസ്ഥിതൻ നാശം വരുത്തുന്നു ലോകമെന്നായി വരും. ഈ വക ശങ്കയൊഴിച്ചരുളേണമേ ദേവേശഭക്ത സർവജ്ഞ മഹാമുനി എന്നതു കേട്ടരുൾ ചെയ്തു മുനിവരൻ ഇന്നിതിൻ മൂലമറിയരുതാർക്കുമേ. എങ്കിലും കേൾക്കാത്രേലോക്യാധിപന്മാരാം പങ്കജനേത്രദാതൃഗിരീശന്മാരും ഉണ്ടു ധർമ്മങ്ങൾ ഭംഗം വരുത്തുന്നതും പണ്ടുമുണ്ടിങ്ങനെ എന്തെന്നതോർക്കിലോ
ചിന്മയരൂപികൾക്കില്ല ധർമാധർമ്മ കർമ്മങ്ങൾ അഗ്നിപൂലി ശുദ്ധരാമവർ കർമ്മസാക്ഷി ജഗദീശ്വരനാകയാൽ കർമ്മങ്ങൾ സംബന്ധമില്ലവർക്കേതുമേ. സൂര്യപ്രഭയാലി കർമ്മം നടക്കുന്നു, സൂര്യനില്ല കർമ്മബന്ധങ്ങളൊന്നുമേ. വേദവിധി കൃതഭേദ കർമ്മങ്ങൾക്കുമാധാരമായതും ഭക്തിയാകുന്നതും. ഭക്തിയോഗം ഗമിച്ചാൽ പൂർവകർമ്മങ്ങൾ യുക്തമല്ലെന്നു വേദങ്ങൾ നിഷേധിച്ചും ഭക്തവാത്സല്യപരായണനീശ്വരൻ മുക്തി കൊടുക്കുമൗവണ്ണമെന്നാകിലും കേവലം പാർക്കിൽ ജഗത്തു ചിദംശകം. കേവലം മായയാ ഭിന്നമായി വന്നതും വ്യക്തമായി തോന്നും പ്രപഞ്ചത്തിൽ നിന്നുടൻ മുക്തി സിദ്ധിപ്പാൻ ത്രിവിധ കർമ്മങ്ങളെ വ്യക്തമായി വേദം വിധിച്ചിരിക്കുന്നിതു. ഭക്തിയോടെ പുണ്യകർമ്മങ്ങളെ ചെയ്താൽ മുക്തി വരുമെന്ന് ചൊല്ലുന്നതോർക്കിലോ. ഭക്തിയും മുക്തിയും സിദ്ധിപ്പതിനല്ലൂ യുക്തമല്ലാത്ത കർമ്മങ്ങൾ ചെയ്തിടിലും മുക്തിയാകും ഫലം സിദ്ധിക്കുമെങ്കിലോ പൂർവവിധി നിഷേധിച്ച കർമ്മങ്ങളാൽ നിർവാണ സാധ്യമെന്നാൽ അത് ചെയ്തിടാം. യാഗകർമ്മത്തിൽ പശുവധം ചെയ്യുന്നുമാഗമ പൂർവവിധി ചൊന്നതു തള്ളി കൽമഷനാശം വരും തപസ്സായെന്നോ. നിർമ്മലജ്ഞാനാഗ്നി കൊണ്ടു കർമ്മങ്ങളും ഉന്മൂലനാശം ഭവിച്ചു. പരബ്രഹ്മ ചിന്മയം ചേരുമെന്നുള്ള പരശ്രുത്യ മാതാപിതാക്കളെ ശുശ്രൂഷ ചെയ്യുന്നു. വേദവിധി ചൊന്നതൊക്കെ നിഷേധിച്ചു. സത്യധർമ്മത്തെയും ഭക്തിയും മുക്തിയും സിദ്ധിക്കുമെന്ന പ്രഹ്ലാദരാമാദികൾ. സത്യധർമ്മത്തെയും ഭക്തിയും മുക്തിയും സിദ്ധിക്കുമെന്നോ പ്രഹ്ലാദരാമാദികൾ മറ്റും പല ദേവമാനുഷരാക്ഷസരുറ്റഭക്യ പൂർവപക്ഷം നിഷേധിച്ചു സത്യമപരശ്രുതി പ്രമാണമതുമിത്രയും ഉത്തമമെന്ന വേദോക്തിയെ ചിത്തത്തിൽ നന്നായുറച്ചോ ജഗത്തിങ്കൽ. അത്തൽ കളഞ്ഞവർ മുക്തിയും സാധിച്ചു സർവകർമ്മങ്ങൾ ഉപേക്ഷിച്ചു. സന്യാസിച്ചുർവിയിൽ വാഴുന്നു സജ്ജനമിപ്പോഴും. മുക്തിദാനാത്മാ പരബ്രഹ്മവിത്തുകൾ ഭക്ത്യാ കൃതകർമ്മണ മുക്തിയും വരും എന്നല്ല മുക്തി തുല്യാത്മാക്കൾ ചെയ്വതു നിന്ദിതമെങ്കിലും വന്ദിതമായി വരും. കേൾക്ക മുകുന്ദനജൻ നിർവികാരാത്മാ നിഷ്ക്രിയൻ നിർലേപ നിർലേപ നിസംഗ നിർവാണൻ അദ്വൈതനാത്മാത്മരൂപനതീന്ദ്രിയ വേദ്യമല്ലാതെ ചിന്മാത്രൻ പരബ്രഹ്മം. ഇത്തമറിവില്ലയാതി
മൂഢന്മാരും ഇത്തരമോർത്തു ചെയ്താലതു പാപമാം. മാരാരി പണ്ട് വിഷപാനവും ചെയ്തു വാരിയിൽ മന്ദരം നിർത്തി നാരായണൻ ഈശ്വരന്മാർ ചെയ്വതെല്ലാം ഗുണങ്ങളാം. ആശ്ചര്യമില്ലവർക്കേതും ഗുണദോഷം. പാർക്കിലോ ഗോപികൾ ഗോപാലരൊക്കെയും ഓർക്ക നീ നാരായണൻ താനതല്ലയോ. തന്നുടെ മായാമയം ജഗത്തൊക്കെയും തന്നംശമെന്നിയേ വേറെല്ലവയൊന്നും സംഗിപ്പതിന് വേറൊന്നില്ല മന്നവാ. നിന്നുള്ളിൽ ഈശ്വലുണ്ടാകരുതേതുമേ. ഏവം ശരൽക്കാലമത്രയും മാധവൻ ദേവദേവൻ ഗോപിമാരെ രമിപ്പിച്ചു. ഭക്തപ്രിയൻ കരുണാവശനാകയാൽ ഭക്തിയുള്ളോർക്കേതു ചെയ്തും ദയാപരൻ ഭക്തിയും മുക്തിയും നൽകുമാ സംശയം. ഭാര്യമാർ വല്ലഭന്മാരോടൊരുമിച്ചു ചാരേ വസിച്ചതുപോലെ തോന്നി സദാ. വൃഷ്ണിവംശോത്ഭവൻ മായാമയനായ കൃഷ്ണനോടൊന്നിച്ചു പോയതറിഞ്ഞീല. ഭക്തപ്രിയൻ പരമാത്മാ സനാതനൻ ശക്തിയുക്തൻ പ്രഭു മായാമയനല്ലോ. ആരറിയുന്നോ പരാപരലീലകൾ നാരായണൻ രാസക്രീഡകളിത്തരം കേൾക്കിലും ചൊല്ലിലും ദുഃഖങ്ങൾ പോയി നല്ല ഭക്തിയും മേന്മേൽ വളരും ദിനം പ്രതി. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ അടുത്ത ഭാഗം സുദർശന മോക്ഷം വരികൾ സഹിതം തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹിഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ അപരാധം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭു. ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭു. ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭു. ഓം കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ അടുത്ത ഭാഗം സുദർശന മോക്ഷം
വരികൾ സഹിതം തുടരും നാളെ. നമസ്തേ.